അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫൈസൽ തിരിച്ചുപോയി. ഉമ്മാക്ക രാത്രി ഉറക്കം കിട്ടുന്നില്ല. റബ്ബേ പഠിച്ചോനെ, എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ആകെപ്പാടെ എന്തായാലും വേണ്ടില്ല. പോകാൻ മനസ്സൊക്കെ പൂതി വെച്ചാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ വലിയ പ്രയാസമാണ്. എന്താ അറിയില്ല, എൻ്റെ കുട്ടി ഫൈസൽ ഉംറക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ആഗ്രഹം. പഠിച്ചോനെ ഒന്ന് പോകണമെന്നുള്ള തന്നെ. എന്നാൽ ഷമ്മാസാണ് അതിന് ഒന്നുകൂടി ഊക്ക് കൂട്ടി തരുന്നത്. ഓൻ പറയും ഉമ്മ നിങ്ങൾ പോയിക്കോളേ, അതന്നെ ഓൻ പറയണത്. പിന്നെ ഇനിയിപ്പോൾ നുസിനിട്ട് പോണതിൽ വിഷമൊക്കെ ഉണ്ട്. പറഞ്ഞിട്ടിപ്പോൾ എന്താ, ഓളും പറയണം ഉമ്മ പോയിക്കോളി കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഇതിനൊക്കെ പോയി വരൂലേ. പിന്നെ ഇനിയിപ്പോൾ പ്രസവത്തിന് കൊണ്ടുപോകലായി. ഷാമോന് ഇപ്പോൾ കുറച്ച് ദിവസം വേണമെങ്കിൽ ഒന്ന് ലീവ് എടുക്കേണ്ടി വരും. ഇപ്പോൾ കോളേജൊക്കെ പോലും തുടങ്ങിക്കണേ. കാരണം സാറിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ സാറിങ്ങനെ പറഞ്ഞിരുന്നോ, അതിപ്പോൾ എന്തായാലും പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ വീട്ടിൽ നിന്ന് പഠിച്ചാൽ. അങ്ങനെ ഞാൻ ഏതായാലും ഷാമോനോട് പറഞ്ഞു, മോനെ ശ്രദ്ധിച്ച് പോകണം കേട്ടോ, കൊണ്ടെടുക്കണം കേട്ടോ, ഏതായാലും കോളേജൊക്കെ പോലെ തുടങ്ങിക്കണേ. പക്ഷേ മനസ്സുക്കൊരു സമാധാനം വേണ്ടേ. മനസ്സൊക്കെ സമാധാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കുഴപ്പമില്ല. ഏതായാലും ഒന്നും കൂടി ഷാമോനോട് ചോദിച്ചു നോക്കട്ടെ. അപ്പോഴാണ് ഉമ്മ ആ കാര്യം ആലോചിച്ചത്. പഠിച്ചോനെ, ആ ഷിഫ പ്രസവിച്ചാന്നാവോ. എൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരി ഓളാണല്ലോ. എന്തായാലും വേണ്ടിയില്ല, ഒന്ന് നേരെ വെളുക്കട്ടെ, ഒന്ന് ചോദിച്ചു നോക്കണം. പിറ്റേന്ന് രാവിലെ അതാ ഷാമോൻ പള്ളിയിൽ നിന്ന് വന്ന് നേരെ ഉമ്മയുടെ അടുത്തേക്ക് വരുന്നു. ഉമ്മ, മോനെ വന്നോ? ഞാൻ വരുമ്പോഴും ഉമ്മ നിസ്കാരപ്പായിലായിരിക്കുമല്ലോ അല്ലേ. മോനെ ചെല്ലാനുള്ളതൊക്കെ എനിക്ക് രാവിലെ അങ്ങോട്ട് ചെല്ലണം. എനിക്ക് പിന്നെ ഇശാമരുവിൻ്റെ ഇടയിൽ കണ്ട് കിടന്നാൽ എനിക്കങ്ങോട്ട് ഞാനങ്ങനെ കയ്യിൽ കുറുകാൻ പിടിച്ചിരിക്കുക എന്നല്ലാതെ അങ്ങോട്ട് ഉറക്കം ഇങ്ങോട്ട് വന്നിട്ട് എനിക്കങ്ങോട്ട് അങ്ങോട്ട് ആയി കിട്ടൂല. അപ്പം ചെല്ലാനുള്ളതും പറയാനുള്ളതൊക്കെ രാവിലെ തന്നെ ഞാനങ്ങോട്ട് കഴിച്ചു. ഒരു വിധമൊക്കെ. എന്നാലും ഇശാമരുവിൻ്റെ അടി നമുക്ക് സ്ഥിരമായിട്ട് ഓതുന്ന 4-5 സൂറത്തുണ്ടല്ലോ. അതങ്ങനെ ഓതിക്കൊണ്ട് നിൽക്കുന്നടി ഉറക്കത്തിൽ കണ്ട് ഇതാവും ചെയ്യും. അതാണ് ഞാനൊക്കെ കഴിച്ചാളുള്ള രാവിലെ കഴിച്ചത്. ഉമ്മ, ഇതെന്താ ഒരു ഗ്ലാസ്സിലൂടെ വെള്ളമൊക്കെ? മോനെ ഇപ്പോഴും കണ്ടിട്ടില്ലേ? അത് എല്ലാം ഒന്നുണ്ട് ഓതിക്കാണ്ട് ഞാനെല്ലാം ഒന്നുണ്ട് ഊതിക്കാണ്ടുണ്ട് കുടിച്ചുമ്പോൾ ശരീരത്തിന് വലിയൊരു ആശ്വാസമാണ്. പിന്നെ ഖുർആനല്ലേ, ഖുർആൻ തന്നെയല്ലേ മോനെ ഷിഫ എന്ന് പറഞ്ഞാൽ. അതങ്ങനെ ഒരു ശീലമായി. ഓക്കെ ഉമ്മ. അപ്പോൾ എന്നപ്പോൾ ഡേറ്റ്? അല്ല മോനെ, ഞാൻ എന്നോടൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അല്ല മോനെ, ഞാനിപ്പോൾ ഒരു 2 ആഴ്ചക്ക് പോയാലും മോനക്കിപ്പോൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും ആവുമോ നുസിക്ക്? ഉമ്മ എന്താ പറയണത്? നുസിയുടെ കൂടെ ഞാനില്ലേ ഉമ്മ? അല്ല മോനെ, അല്ല ഒറ്റക്കൊരിക്കലും ഷാമോനോളെ ഇവിടെ നിർത്തൂല. അവളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കും, തിരിച്ചു കൊണ്ടുവരും. അപ്പോഴേക്കും ഞാനിങ്ങോട്ട് എത്തൂലേ. എന്താ ഉമ്മാക്ക് ടെൻഷന്? അല്ല മോനെ, ഇങ്ങനെ ഇപ്പോൾ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഇതൊക്കെ വന്നു പറഞ്ഞപ്പോൾ അതിന് ഓളെന്നെ ധൈര്യം തരുന്നുണ്ട്. പിന്നെ നമ്മളെന്തിനാ വിഷമിക്കണേ? ഓളൊക്കെ തന്നെ പറയണത് പഠിച്ച റബ്ബുണ്ടല്ലോ. പിന്നെ ഇപ്പം എന്താ നമുക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ നോർമലായല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ബേജാറാണ് ഇതൊക്കെ. ഉമ്മങ്ങൾ ഉംറക്ക് പോകണമെങ്കിൽ ഇവിടുത്തെ കാര്യമൊന്നും ആലോചിക്കരുത് എന്നാണല്ലോ. മോനെ, അതൊന്നും ഞാൻ ആലോചിക്കണമൊന്നുമില്ല. പഠിച്ച റബ്ബിനോട് അവിടെ എത്തി ദുആ ചെയ്യണം. അള്ളാനെ ഏൽപ്പിച്ച് പോവല്ലേ. അതിനും മേലെ ഏത് ഡോക്ടർമാരുണ്ടോ? പഠിച്ച റബ്ബനല്ലേ ഏറ്റവും വലിയ ഡോക്ടർ. എന്തായാലും വേണ്ടില്ല. മോനെ ഷാമോൻ, അവൻ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോഴേക്ക് ഉമ്മ വിളിച്ചു. എടാ, ഞമ്മക്ക് അസ്കറിൻ്റെ വീട്ടിലേക്കൊന്ന് പോകണ്ടേ? ഹുസൈനാജി എന്ന പേര് കേട്ടപ്പോൾ ശരിക്കും ഷമ്മാസ് ഒന്ന് ഞെട്ടിയെങ്കിലും അസ്കർ എന്ന് കേട്ടപ്പോൾ സമാധാനമായി. അല്ല മോനെ, ആ ഷിഫൻ്റെ മോനതൊക്കെ മറന്നുല്ലേ? അതൊക്കെ മറക്കാൻ പാടുണ്ടോ? നുസിനെ അങ്ങോട്ട് എത്തിക്കാൻ തന്നെ കാരണക്കാരി ഓളൊക്കെ തന്നെ അല്ലേ. പിന്നെ ഒക്കെ ഒന്ന് ലെവലാക്കിയതല്ലേ ഓളന്നല്ലേ. ഞമ്മക്കൊന്ന് പോയി വരേനു. വൈകുന്നേരമെങ്കിലൊന്നേ പഠിച്ചവനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിക്കണം. അവന്നാൾ പറഞ്ഞതിന് ഇപ്പോൾ ഡേറ്റ് എന്നോ ഈ മാസം ലാസ്റ്റൊക്കെ തോന്നുന്നുണ്ട് കൊണ്ടുപോയിക്കണം. അല്ലാഹു പോലെ നമ്മൾ മോശമാണ് മോനെ. ഒന്ന് നുസൈബാനും കൊണ്ടൊന്ന് പോവേന് നമുക്ക്. ഉമ്മ, എപ്പോഴാണ് പോകേണ്ടത്? ഇതിപ്പോൾ നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ലീവുള്ള ദിവസം. മോനെ ലീവൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേന് ഓള് പ്രസവിക്കും. പിന്നെ കുട്ടീനെ കാണാനായിട്ട് പോകുമ്പോൾ അതിൻ്റെ മുമ്പൊന്ന് പോയി വരണ്ടേ? മോശമല്ലത്.
അസ്കറും തന്നെ നല്ലൊരു ചെക്കനാണ്. അതും ഉമ്മ ഇൻഷാ അല്ലാ നമുക്ക് ഇന്ന് വൈകുന്നേരം ഞാൻ നോക്കട്ടെ കേട്ടോ. ഇന്ന് നുസിക്ക് ക്ലാസ് എപ്പോഴാണാവോ മോനെ. ഇനിയിപ്പോൾ രാത്രി ആയാലും അല്ല, രാത്രി അത്ര നല്ലതല്ല ഈ പെണ്ണിനായിട്ട് ഇങ്ങനെ നടക്കണ്ടേ. എൻ്റെ അമ്മയ്ക്കുള്ള കാലത്ത് പറയും നമ്മളിപ്പോൾ ഒരു മഗ്‌രിബിൻ്റെ നേരത്തായാലും ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലായാലും പള്ളിയിലുള്ള പെണ്ണുങ്ങളെ കൊണ്ടങ്ങനെ നടക്കാൻ പാടില്ലാന്ന്. കുട്ടികളൊന്നും പുറത്തിറക്കാൻ പാടില്ലല്ലോ, അങ്ങനെ ഒരു ഇതാണല്ലോ. അല്ലെങ്കിൽ മോനെ ഞമ്മക്കൊരു ഉച്ചരിഞ്ഞുകാണ്ട് അങ്ങോട്ട് ആയിക്കോട്ടെ. ഇന്നിപ്പോൾ ക്ലാസ് ഇന്ന് എല്ലാം തോന്നൂലേ, എന്തൊക്കെയാവോ. എന്തായാലും ഞാൻ ചോദിച്ചു നോക്കിയിട്ട് പറയാം. അങ്ങനെ ഏതാ ഷമ്മാസ് നേരെ ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു. ഇതെന്താ വാതിലൊക്കെ അടിച്ചാണ് കിടക്കുന്നത്. നുസി നുസി ഇക്ക, ഞാൻ കുറ്റിയിട്ടിട്ടില്ല, അത് തുറന്നോളി. നീ എന്തോടെ കിടക്കുകയാണോ? എന്ത് വെച്ചിടി? ഒന്നുമില്ല, ഇന്ന് ക്ലാസ് ഒന്നുമില്ലേ, അപ്പം പിന്നെ ചൂടോട് കൂടി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ പിന്നെ അർജൻറ് ഇല്ലെന്ന് വിചാരിച്ചു ഇവിടെ വന്ന് കിടന്നതാ. എനിക്ക് വേണേ എന്താ? പിന്നെ ഇന്ന് നമുക്ക് ഷിഫയുടെ വീട്ടിലേക്കൊന്ന് പോകട്ടോ. അല്ലാ, ഞാൻ അവൾക്ക് മെസ്സേജ് അയക്കാറുണ്ട്, പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കലുണ്ട് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും പറയാതിരിക്കുകയാണ്. അവളുടെ ഡേറ്റ് ഈ മാസം ലാസ്റ്റാണ്. ആണല്ലേ? ആയിക്കോട്ടെ കുഴപ്പമില്ല. നമുക്ക് ഇൻഷാ അല്ലാ നമുക്ക് എന്തായാലും പോവാം. കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട് എനിക്ക് ഓളെ. ആയിക്കോട്ടെ. ഉമ്മയും പറഞ്ഞു ഇതിനെക്കുറിച്ച്. പിന്നെ ഇക്ക നിങ്ങളൊക്കെ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ല, അതിനിപ്പോൾ എന്താടി, നമുക്ക് പോകാമല്ലോ ഇൻഷാ അല്ലാ. എന്നാൽ നമുക്ക് സാധനങ്ങളൊക്കെ വഴിയിൽ വെച്ച് അങ്ങനെ വാങ്ങാമല്ലോ. എന്നാൽ ഉമ്മയോട് ഞാൻ പറയട്ടെ, വല്ലാതെ ലേറ്റ് ആവേണ്ട. നേരെ ഉമ്മയോട്. പിന്നെ മഴയല്ലേടാ, നല്ല മഴയാണ്, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. എന്തായാലും കാറിലല്ലേ, അവിടെ മുറ്റത്ത് ചെന്ന് ഇറങ്ങുകയും ചെയ്യും. ഷമ്മാസ് നേരെ ഉമ്മയുടെ അടുക്കലേക്ക് വരുന്നു. ഉമ്മ നിസ്കാരപ്പായിൽ നിന്ന് എണീറ്റില്ലേ? എന്താണ് ഇക്ക വയ്യേ? അല്ല മോനെ, അങ്ങനെ അവിടെ അങ്ങനെ ഇരുന്നു. എന്താ നുസി പറഞ്ഞത്? ഇന്ന് ക്ലാസ് ഇല്ലെന്ന്. ആണല്ലേ? ഇന്ന് എന്തായാലും പോവട്ടെ മോനെ, മോശമാണ് പോകാഞ്ഞാലേ. അല്ല ഒന്നുമില്ലെങ്കിലേ നമുക്കൊരു കാലത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്തവരെ നമ്മൾ മറക്കാൻ പാടില്ല. ഉമ്മ എനിക്കറിയാം ഉമ്മ, എനിക്ക് നന്നായിട്ടറിയാം. നുസൈബ അത് ഓർത്തു. തൻ്റെ വിരലിൽ ഫൈസൽ എന്ന പേരുള്ള ആ മോതിരം കിടക്കുന്നത് കണ്ട് അവൾ എപ്പോഴും എന്നെ ശകാരിക്കാറുണ്ടായിരുന്നു. അല്ല പെണ്ണെ, നിന്നെ നോക്കാത്ത ഭർത്താവിനെ, നിന്നോട് തീരെ മൈൻഡില്ലാത്ത ഭർത്താവിൻ്റെ പേരുള്ള മോതിരിട്ടുകൊണ്ട് നീ എന്ത് കാര്യത്തിലാണ് നടക്കുന്നത്? നമ്മളെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുകയാണെങ്കിലും നമ്മളോട് നല്ല രീതിയിൽ സ്വഭാവം കാണിക്കുകയാണെങ്കിലും നമ്മൾക്ക് അവർ തന്ന മഹറും മോതിരൊക്കെ ഇട്ട് നടക്കാം. പക്ഷെ നമ്മളോട് തീരെ മൈൻഡില്ല. പിന്നെ ഇപ്പം എന്ത് കാര്യത്തിനാണ് ഈ മോതിരം ഫൈസൽ എന്നുള്ളിട്ട് നടക്കണത്? ഇയാൾ എന്നോട് പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇപ്പം എന്ത് സംഭവം? അന്നൊക്കെ അവളെന്നെ ശകാരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഫൈസൽക്ക് എന്നെ കൂട്ടാൻ വരുമെന്ന്. പക്ഷേ ഒന്നും നടന്നില്ല. എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു വഴിത്തിരിവായി വന്നത് എൻ്റെ ഷെഫിയായിരുന്നു. ഷെഫിയാണ് ഷമ്മാസിനെ കുറിച്ച് എന്നോട് പറഞ്ഞത്. ഷമ്മാസ് കാര്യങ്ങളെല്ലാം ഷെഫിയോടായിരുന്നു ചോദിച്ചിരുന്നത്. എന്നാൽ അവളായിരുന്നു ഇതിനു വേണ്ടി മുൻകൈ എടുത്തതും. എന്നാലും മാഷാ അല്ലാ, അൽഹംദുലില്ലാ, എനിക്ക് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും അനുയോജ്യനായൊരു ഭർത്താവ് തന്നെയാണ് എനിക്ക് ഷമ്മാസ്. പഠിച്ചോനെ, നീ എനിക്ക് കനിഞ്ഞരുളിയതാണെന്ന് പറയാം. അത്രക്കും നല്ല കണ്ടറിഞ്ഞ് എല്ലാം ചെയ്യുന്ന ആ ഒരു സ്വഭാവം. ഉമ്മ എന്നാൽ പെട്ടെന്ന് ഒരുങ്ങിക്കോളിട്ടോ, ഇനി ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയിൽ നിന്ന് അങ്ങനെ കഴിക്കാം. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട. മോനെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല ഉമ്മ വേണ്ട, ഇന്ന് നമുക്ക് ഫുഡ് പുറത്തുനിന്നാക്കാം. എന്നുമില്ലേ ഈ ചായയും കടി ഇതൊക്കെ ഉണ്ടാക്കി ഇവിടുന്ന് കഴിക്കണേ? മോൾക്ക് പറ്റുമോ നുസിക്ക്? അവൾക്ക് ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അതാ അന്ന് ഷമ്മാസും ഉമ്മയും നുസൈബയും പുറത്തേക്ക് പോകുന്നു, അസ്കറിൻ്റെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട്. മോനെ ഉമ്മ, ഒരു ഹോട്ടലിന് മുമ്പിൽ ഞാൻ ഫുഡ് കഴിക്കാൻ നിർത്താം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിച്ചോളൂ. നുസി നിനക്ക് എന്താ? എനിക്കൊന്നും വേണ്ട കാര്യമായിട്ട്. പിന്നെന്താ മോളെ, നെയ്റോസ്റ്റ് കഴിച്ചെന്ന ചൂടുള്ള നെയ്റോസ്റ്റ് അതാ, അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും ഉണ്ട്. മോൾക്ക് എന്താ ഇഷ്ടം അത് കഴിച്ചോ. ലേറ്റായിട്ട് എന്തെങ്കിലും വേണോ? ഉമ്മ എന്നാൽ എനിക്ക് നെയ്റോസ്റ്റ് മതി. നിങ്ങൾക്ക് നെയ്റോസ്റ്റ് കഴിക്കുക, എനിക്ക് പൊറോട്ടയും ബീഫും മതി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തിന്നാഞ്ഞാലേ ഒരു സുഖമില്ല. എന്നും വീട്ടിൽ തരി ഭക്ഷണം. മോനെ കഴിച്ചോ? ഉമ്മാക്കത് തന്നെ മതിയോ? എന്നാൽ ഓരോ പൊറോട്ട 2 പേർക്ക് കൊടുത്താലോ? വേണ്ടക്ക, എനിക്കിത് മതി. ആയിക്കോട്ടെടാ, ഓളാ ലൈറ്റായിട്ടുള്ളത് തിന്നോട്ടെ, അതായിരിക്കും നല്ലത്. പൊറോട്ടയൊക്കെ പള്ളക്കൊരു കനായിരിക്കും. അപ്പോൾ ഗർഭിണിയായ ഈ സമയത്തെ അതും കൂടെയൊക്കെ തിന്നുമ്പോൾ ഒരു ഇടങ്ങാറൊക്കെ തോന്നും, ഇടക്കിടയൊക്കെ തോന്നും. അതൊന്നും വേണ്ട. ഓൾക്ക് ഇഷ്ടമുള്ളത് തിന്നോട്ടെ. മോൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങി തിന്നോട്ടോ.
പൂതിയുള്ളതൊക്കെ തിന്നണം. എൻ്റെ കുട്ടിക്ക് ഇനിയിപ്പോൾ പൂതി ചക്കക്കൂട്ടാനാണെന്നാണ് പറഞ്ഞത്. ആ ചക്ക കണ്ടപ്പോൾ തന്നെ പൂതിയൊക്കെ ഉണ്ട്. ഇനി ഒന്ന് നാളെ ഒന്ന് അരിഞ്ഞ് വെച്ച് കൊടുക്കണം. നല്ല അങ്ങോട്ട് ചീനാപ്പറങ്ങി മുളകും ഒക്കെ ഇട്ട് തേങ്ങയും ഉള്ളി ജീരയൊക്കെ അരച്ചുകാണ്ട് ചക്കക്കൂട്ടാൻ ഒരു 10 മണിക്കൂർ കട്ടൻ ചായ ഒരു ചക്കക്കൂട്ടാൻ നല്ല രസമായിരിക്കും അത്. അപ്പം ഉമ്മ എനിക്ക് കിട്ടൂലല്ലേ 10 മണിക്ക് നിങ്ങൾ രാവിലെ ഞാനൊക്കെ പോയിട്ടുണ്ടാവില്ല. അതിനെന്താടാ എടുത്ത് വെച്ചാൽ പോരെ, വൈകുന്നേരം വരുമ്പോൾ. ഉമ്മ വൈകുന്നേരം രസം ഉണ്ടാവില്ല, രാവിലത്തെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ആയിക്കോട്ടെ, എന്നാൽ എനിക്ക് ലീവ് ഉള്ള ദിവസം ഒന്നാണ്ട് വെക്കാം. നുസിയെ ഉമ്മാൻ്റെ കുട്ടിക്ക് ഉമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മ വീട്ടിൽ ചെന്നിട്ടല്ലേ ചക്കക്കൂട്ടൻ വെക്കുന്നത്, ഇപ്പോൾ വേഗം കഴിച്ചുകൂടി. നെയ്റോസ്റ്റ് നല്ല ചൂടുള്ള മസാല ദോശ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. എന്താ വേണ്ടത് നിങ്ങളുടെ ഇഷ്ടം പോലെ. മോനെ എനിക്കത് മതിയടാ. അങ്ങനെ അത് ഷമ്മാസും ഉമ്മയും നുസൈബയും നെയ്റോസ്റ്റ് കഴിക്കുന്നു. ഷമ്മാസ് പൊറോട്ടയും കഴിക്കുന്നു. എപ്പോഴും ഉമ്മാക്ക് ലൈറ്റ് ചായയാണ്, അത് ഒരു ഇളം മധുരത്തിൽ ഒരു ലൈറ്റ് ചായ. ഉമ്മാക്ക് ഷുഗറാണ്, എന്തൊക്കെ തന്നെയായാലും ആ മധുരം കുറക്കണം ഉമ്മാക്ക് പറ്റൂല. മോനെ ചായൻ്റെ വെള്ളം ഒരു തുള്ളിയാണെങ്കിലും എനിക്ക് കുറച്ചൊരു മധുരം വേണടാ, അല്ലാതെ കുടിക്കാൻ കഴിയൂലേ. എന്തപ്പോൾ കാട്ടുക, ഏതായാലും ഇത്രയും കാലം മധുരട്ടം തിന്ന് ജീവിച്ചു, ഇനിയിപ്പോൾ കുറച്ച് കാലല്ലേ, കുറച്ചും കൂടിയാണ് മധുരമുണ്ട് തിന്ന്, കൂടുതലും വേണ്ട, കുറഞ്ഞൊരു മധുരം ഓടിച്ചാൽ വല്ലാത്തൊരു പ്രയാസമാണ്. അങ്ങനെ ഇതാ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റ് ചായ, അത് അമ്മമാർക്കും മരുകൾക്കും ഒരേ ഇതാണല്ലോ, ഇഷ്ടങ്ങളാണല്ലോ പല സാധനങ്ങളും. എൻ്റെ മരുവളല്ലേ പിന്നെ ഇഷ്ടമില്ലാതൊക്കോ. ഉമ്മാക്കും അവൾക്കും നല്ല പാലൊഴിച്ച ലൈറ്റ് ചായ, ഷമ്മാസിന് സ്ട്രോങ് ചായ. ആയിക്കോട്ടെ, എന്തായാലും ഇനി എന്തേ വേണോ? മതി മോനെ. അങ്ങനെ അതാ അവർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നു. ബില്ലടച്ചു. അല്ല മോനെ, ഞാൻ എന്തൊക്കെയിപ്പോൾ സാധനം എന്താ വാങ്ങേണ്ടത്? ഉമ്മ അതൊക്കെ എനിക്കറിയാം, ഗർഭിണിയല്ലേ, ഈ സമയത്ത് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എന്തായാലും കുട്ടിയെ എൻ്റെ പുതിയാപ്പൾക്കൊന്നും പറഞ്ഞെടുക്കേണ്ട ആവശ്യം വരില്ല. ഉമ്മ പോരുന്നില്ലേ? പോരൂ, നമുക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ കയറാം. അങ്ങനെ അതാ ഷമ്മാസും നുസീബയും ഉമ്മയും അവിടെ കയറുന്നു. ഉമ്മ ഫ്രൂട്ട്സ് അല്ലേ ഏറ്റവും നല്ലതിപ്പോൾ, ബെസ്റ്റ്. അത് ഒരുപാട് ഹൽവ, ബേക്കറി, സ്വീറ്റ്സ് ഐറ്റംസ് അങ്ങനെയൊന്നും കൊണ്ടുപോകണ്ടല്ലോ. എന്തെങ്കിലും കൊതിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ, എന്തെങ്കിലും ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ. പക്ഷേ കുറച്ച് ഫ്രൂട്ട്സ് ആയിരിക്കും എപ്പോഴും നല്ലത് അല്ലേ, കുഞ്ഞിന് ഏറ്റവും നല്ലത്. മോനെ കുറച്ച് ഈത്തപ്പഴം വാങ്ങിക്കടാ. ഉമ്മ ഈത്തപ്പഴം ജ്യൂസ് അടിച്ച് കുടിച്ചാലൊക്കെ നല്ലതാണ്, കുട്ടികൾക്ക് നല്ല രക്തം വെക്കാനും അങ്ങനെ കുട്ടി സൗന്ദര്യം കൂടാനും. ഉമ്മ ആയിക്കോട്ടെ ഉമ്മ, എനിക്കെല്ലാം അറിയാം. അങ്ങനെ അത് ഷമ്മാസ് കുറച്ച് ഈത്തപ്പഴങ്ങളും ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം വാങ്ങുന്നു. അതിൽ ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് ഷമ്മാസ് ഇതിന് റേറ്റ് ചോദിക്കുന്നു. ഫ്രഷ് ആണോ? യെസ്. ഇത് എന്താടാ മോനെ? ഉമ്മ അത് കുങ്കുമപ്പൂവ്. അല്ലാ പഠിച്ചവനെ, ഈ കുങ്കുമപ്പൂവ് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വന്നതേ എൻ്റെ ഉപ്പാനാടാ. മക്കള് പള്ളിയിലുണ്ടാകുന്ന സമയത്തൊക്കെ ഇത് കൊണ്ടുവന്ന് തരും. എന്നോട് പറയും പാലിലിട്ട് കുടിച്ചാൽ മക്കൾ നല്ല രസമുള്ള കുട്ടികളായിരിക്കും, നല്ല സുന്ദരന്മാരും സുന്ദരികളായിരിക്കും. പറയുമ്പോൾ തന്നെ മക്കൾക്ക് സൗന്ദര്യത്തിൽ കുറവൊന്നുമില്ലല്ലോ. ഉമ്മ അത് കുങ്കുമപ്പൂ ഇട്ട് കുടിച്ചുകൊണ്ടാണോ? അത് ഉമ്മയും ഉപ്പയും സൗന്ദര്യം ഉണ്ടായിട്ടില്ല ഉമ്മ. മോനെ എന്താ അറിയില്ലടാ, ഞാനൊക്കെ ഇപ്പം എത്ര ഉണ്ടോ. ഉമ്മ അതിലേറെ പിന്നെന്താ, അത് കണ്ടപ്പോൾ ഉപ്പയാണ് ഉമ്മാക്ക് ഓർമ്മ വന്നത്. ഉമ്മ ഇതെടുക്കാം അല്ലേ? മോനെ അതെടുക്കാം. അങ്ങനെ അതാ ആ കുങ്കുമപ്പൂവ് ചെറുതാണെങ്കിലും കുറച്ച് റേറ്റ് ഉണ്ട്. അവിടുത്തെ സ്റ്റാഫിൻ്റെ ആ ഒരു വാക്ക്, സർ ഇത് കുറച്ച് അത്യാവശ്യം ക്യാഷിലാണ് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല മക്കളെ, അത് എടുത്തോളി ഉമ്മ പറയുന്നു. എന്നാൽ ഇനി കുറച്ച് ക്യാഷ്നട്ടും ബദാമും അങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് കുറച്ച് എടുക്കാം അല്ലേ. എന്താണെന്നറിയില്ല ഷമ്മാസിന് എല്ലാം കണ്ടറിവുള്ളതുപോലെ പറയുമ്പോൾ അവൻ്റെ ഭാര്യ ഇതുവരെ പ്രസവിച്ചിട്ടില്ല, ഡെലിവറിയെക്കുറിച്ച് അവനക്ക് അറിയില്ല. എങ്കിലും ഒരു പ്രഗ്നൻസി ലേഡിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും അവൻ തന്നെ കളക്ട് ചെയ്ത് എടുക്കുകയാണ്. നുസൈബയെ തോണ്ടിക്കൊണ്ട് ഉമ്മ പറഞ്ഞു, കണ്ടില്ലേ എൻ്റെ പുതിയാപ്പിളക്കൊക്കെ അറിയാം, അതിപ്പോൾ ഇതെന്നല്ല. ഇനിയിപ്പോൾ നമുക്ക് കുട്ടി ഉണ്ടായി പ്രസവിച്ച് കഴിഞ്ഞാലും കുട്ടീനെ കാണാൻ പോകുമ്പോഴും എന്താ വാങ്ങേണ്ടി എടുക്കേണ്ടത് എനിക്കറിയാം. അതങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോരു ഇതുണ്ടാവുമല്ലോ, അതൊരു അറിവാണ്. ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും അറിയോ അതിനെക്കുറിച്ചൊക്കെ? ഇത് ഓനക്ക് ചെറുപ്പം മുതൽ തന്നെ അങ്ങനത്തെ ഒരു ഇതാണ്, ഒരു കാട്ടിക്കൂട്ടിലാണ്. അപ്പോൾ നമ്മളൊരാൾ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല. ഇതിപ്പോൾ കണ്ടില്ലേ ഓൽക്കുള്ളതൊക്കെ വാങ്ങണേ. നുസൈബ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ ഉമ്മ, അത് ഓരോരുത്തർക്ക് പഠിച്ചോ അങ്ങനത്തെ ഒരു ബുദ്ധി കൊടുക്കുകയാണ്. മോളെ സത്യം, ഏതായാലും ഓനൊരാളെ വെറുപ്പിക്കാത്ത രീതിയിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് പോവല്ലേ. സാധനങ്ങളെല്ലാം വാങ്ങി വാഹനത്തിൻ്റെ ഡിക്ക് തുറന്ന് അതിൽ വെച്ച്
അതാ ഷമ്മാസും നുസൈബയും ഉമ്മയും വാഹനത്തിൽ കയറി. ഇവിടുന്ന് അതിനത്ര ദൂരമല്ലല്ലോ മോനെ. ഇല്ലുമ്മ, ഒരു 10 മിനിറ്റ്. അങ്ങനെ അതാ അവർ ഷിഫയുടെയും അസ്കറിൻ്റെയും വീട് ലക്ഷ്യമാക്കി പോകുന്നു. ഉമ്മ കണ്ടോ, അതാണ് ആ കാണുന്നതാണ് ആ കൊട്ടാരം പോലുള്ള വീട്. എൻ്റെ റബ്ബേ, പഠിച്ച റബ്ബേ, എന്താപ്പത്, കുറേ മാറ്റങ്ങൾ. ഉമ്മ, ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടല്ലോ ഈ കൊട്ടാരത്തിന് മൊത്തത്തിൽ. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ആ പാറാവുകാരൊക്കെ എപ്പോഴും പഴയ പോലെ തന്നെ ഉണ്ട്. വാഹനം അതാ അകത്തേക്ക് കയറ്റുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും അവർ അങ്ങോട്ട് വന്നു. നിങ്ങൾ ഹാജിർ? ഞാൻ അസ്കറിൻ്റെ ഫ്രണ്ടാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ ഒരാൾ നേരെ അസ്കറിൻ്റെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു, അത് അവിടെ ഷമ്മാസ് എന്ന പേരുള്ള ഒരാൾ വന്നിട്ടുണ്ട്. ഷമ്മാസ്, അത് കടത്തി വിടൂ വേഗം. അതാ അവർ നേരെ വാഹനത്തിന് വേണ്ടി ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. നേരെ അതാ വലിയ വിശാലമായ ആ ഒരു മൈതാനം പോലുള്ള ആ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് ഷമ്മാസ് വാഹനം കൊണ്ടുപോകുന്നു. ഒരിക്കൽ പോലും അവർ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊരു സർപ്രൈസ്. ഷിഫ നിറവേറുമായി അവിടെ ആ കൊട്ടാരത്തിൽ നടക്കുകയാണ്. ഉമ്മ അവളുടെ കൂടെയുണ്ട്. മോളെ, എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ വേഗം പറയണം കേട്ടോ. ഇല്ല ഉമ്മ, കുഴപ്പമൊന്നുമില്ല. നിറവേറുമായി നടക്കുന്ന ഷിഫയെ അതാ നുസൈബ കാണുന്നു. ഉമ്മയും നുസൈബ ഒരു നിമിഷം കരഞ്ഞുപോയി അവളുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട്. റബ്ബേ, ഷിഫ, അവൾ വിളിച്ചു. ആ ഒരു വിളിയിൽ അതാ അവൾ തിരിഞ്ഞു നോക്കി. അതെ, എവിടെയോ കേട്ട ആ ഒരു ശബ്ദം. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നുസൈബയാണ് വരുന്നതെന്ന് ഒരിക്കൽ പോലും അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ഷിഫയെ കണ്ട് അവളുടെ അരികിലേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിനെ കുഞ്ഞുങ്ങൾ തടസ്സമായിരുന്നു. ഷിഫ, രണ്ടുപേരും കണ്ടുമുട്ടി കരഞ്ഞുപോയി. എടി, രണ്ടുപേരും പരസ്പരം ചേർന്ന് ചുംബിച്ചു. മാഷാ അല്ലാഹ്, ആയി തുടങ്ങിയല്ലേ? ആയിടി, ഡേറ്റ് ആയില്ലേ? ഇനിയിപ്പോൾ 29-നാണ് അഡ്മിറ്റ് ആകാൻ ചെല്ലാൻ പറഞ്ഞത്. അന്നാണ് ഡേറ്റ്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടി. ഉമ്മയും തന്നെ ഷിഫിയെ കണ്ട സന്തോഷത്തിൽ, മോളെ, ഓ എന്തൊക്കെ തന്നെ കാണാൻ പറ്റില്ലോ, ഭാഗ്യം, പെട്ടെന്ന് ഇവിടെ വന്നു തന്നെ. ഉമ്മ, എന്തൊക്കെയുണ്ട്, സുഖല്ലേ? മോളെ വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നിരുന്നോ? ആ, ഉമ്മ ഉപ്പൊക്കെ ഇന്നലെ വന്നു പോയി. ഷിഫിയുടെ ഉമ്മ, അതെ, അവളുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഷമ്മാസിൻ്റെ ഉമ്മയെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു. പഠിച്ചോനെ, വന്നതുകൊണ്ട് കാണാനായിട്ടോ, വല്ലാത്തൊരു. മോൾക്കിപ്പോൾ എത്രയായി? ഓൾക്ക് ഇതാ 5 കഴിഞ്ഞ് 6 കടന്നിക്കണ്. ആ പഠിച്ചോനെ, എല്ലാം റാഹത്താകട്ടെ. എനിക്കിപ്പോൾ മോളെ വിട്ട് എടുക്കും പോകാനും അങ്ങോട്ട് തോന്നുന്നില്ലേ, അല്ലെങ്കിൽ പോക്കുണ്ടായിട്ടൊന്നല്ല. എന്നാലും അസ്കർ ഓടി വന്നു ഷമ്മാസിൻ്റെ അടുക്ക്. ഇടാ ഷമ്മാസ്, എത്ര ആയിടാ കണ്ടിട്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല പിന്നെ നീ ഇല്ലടാ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കിവിടെ മാനേജ് ചെയ്യാൻ കഴിയണില്ല, ഓരോ ജോലിക്കാരൊക്കെ ഏൽപ്പിച്ചിക്കണേ. പിന്നെ ബാപ്പ ചെയ്ത പോലെയൊക്കെ നമുക്കിപ്പോൾ അത്ര സ്ട്രിക്റ്റിൽ അങ്ങനെ അങ്ങോട്ട് കുറേയൊക്കെ ആൾക്കാരൊക്കെ പിരിച്ചു വിട്ടു എന്നല്ല, നമുക്ക് കൊടുക്കാനുള്ള കൊടുത്ത് പറഞ്ഞേച്ചു. അതായത് അവർക്കൊന്നൊരു ബുദ്ധിമുട്ട് വരരുതല്ലോ. ഇവിടെ ഒരുപാട് ആളുകളും സ്ത്രീകളൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. അത്യാവശ്യത്തിന് 2 ആൾ, മറ്റേ ബാപ്പാക്കാണെങ്കിൽ ഇവിടെ കാലൊഴിയാൻ 2 പെണ്ണുങ്ങൾ, കൈയൊഴിയാൻ 2 തല മസാജ് ചെയ്യാൻ, ആ രീതിയിലുള്ള ടൈപ്സൊക്കെ കണ്ട് കടത്തി വിട്ടു. കുറച്ചൊരു ഇസ്ലാമികമായ ചുറ്റുപാട് ഞാനിവിടെ വരുത്തി. അത് ശരി, അങ്ങനല്ലേ? അത് നല്ലൊരു കാര്യം തന്നെ കേട്ടോ ഈ ചെയ്തത്. ആടാ, കുറച്ച് മൊത്തത്തിൽ മാറ്റങ്ങൾ വരുത്താഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ ഓരോ കാട്ടിക്കൂട്ടിലായിരുന്നു, ഒന്നും നടക്കില്ല. അല്ല, ബാപ്പയുടെ ബാപ്പ അതാ അവിടെ റൂമിലുണ്ട്. ബാപ്പാനെ മാനേജ് ചെയ്യാൻ നിനക്ക് കഴിയുമോ? എന്താടാ, ഞാനൊന്ന് കണ്ടതല്ലേ, ആയിക്കോട്ടെ. അങ്ങനെ അതാ ഹുസൈനാജി കിടക്കുന്ന ആ ഒരു റൂമിലേക്ക് അസ്കർ അവനെ കൊണ്ടുപോകുന്നു. ബാപ്പ, ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ, ഷമ്മാസാണ്. ഷമ്മാസോ? അത് പറഞ്ഞപ്പോൾ തന്നെ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരുന്നു. ബാപ്പ, ഷമ്മാസ് അതാ നേരെ അദ്ദേഹത്തിൻ്റെ ബെഡിനടുത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം കിടക്കുകയാണ്. മോനെ, എൻ്റെ മുഖത്തേക്ക് നോക്കണ്ട, അതുകൊണ്ട് ഞാൻ മുഖം പൊത്തി പിടിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് എനിക്കിപ്പോൾ നോക്കാൻ കഴിയുന്നില്ല. എന്താ ചെയ്യുക, ഞാൻ കുറേ കാട്ടി കുട്ടില്ല ഇവിടെ. ദുനിയാവെന്നുള്ള ശിക്ഷ എനിക്ക് ദുനിയാവും തന്നെ കിട്ടി.
ഈ മുറിയൊക്കെ കുറേ ഉണങ്ങിക്കണ്, പക്ഷേ മുഖം കണ്ടാൽ എനിക്ക് പേടിയാവും. ആസിഡാണ് മോനെ എൻ്റെ മുഖത്ത് കൊഴിച്ചത്, ആസിഡാണ്. അതുകൊണ്ട് മോന് മുഖത്തേക്ക് നോക്കണ്ട. ശരിക്കും ഷമ്മാസ് അത്ഭുതപ്പെടുകയാണ്. ബാപ്പ, അതൊന്നും ഒരു പ്രശ്നവുമില്ല, നിങ്ങളെ മുഖം ഒന്ന് നീക്കിക്കാണേ, ആ ഒരു തട്ട് മുഖത്തുനിന്ന് മാറ്റിക്കാണേ. വേണ്ട മോനെ, എന്തിനാ പേടിക്കുന്നത്? എൻ്റെ മരോള് ഈ ഒരു കോലത്തിലായിട്ടും എന്നെ കുറേ പരിപാലിച്ച് ശുശ്രൂഷിച്ച് നടന്നിരുന്നു. ഒക്കെ പഠിച്ചവൻ്റെ ഒരു വിധിയായിരിക്കും. പക്ഷെ എൻ്റെ ഭാര്യ ഇതുവരെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലടാ. എൻ്റെ ഭാര്യ, ഓള് വരൂരല്ലോ, ഓൾ അത്ര ഇടങ്ങാറായതല്ലേ, ഓളെ മുമ്പെന്നല്ലേ ഞാൻ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ മുഴുവനായിട്ടും. ഓളെ മനസ്സ് വേദനിക്കാതിരിക്കുമോ? മോനെ ഷമ്മാസെ, നിങ്ങളൊക്കെ കുറേ ഞാൻ ഇടങ്ങാറാക്കിക്കണേ. എന്താണെന്നറിയില്ലടാ, അപ്പത്തെ ചോരത്തളപ്പും പണത്തിൻ്റെ ഹുങ്കും എല്ലാം കൂടി ഇന്നെ ആളങ്ങോട്ട് മാറ്റിമറിച്ച്. പിന്നെന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം നടക്കണേ മജീദ്, അതേപോലെ മറ്റോന്, ഓലൊക്കെ എനിക്ക് ഒരു പെങ്കെട്ടും കല്യാണമായിട്ട് വരല്ലേ. എവിടെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ അത് ആചാര്യക്കുള്ളതാണ്. എൻ്റെത് അങ്ങനത്തെ തന്നെ നിലപാട്. കുറേ ദുനിയാവിൽ ഞാൻ കാട്ടിക്കൂട്ടി. ഇപ്പോൾ ദുനിയാവിൽ തന്നെ സൈക്കിൾ തുടങ്ങി. ഒരാളെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ. അങ്ങനത്തെ രീതിയിലാക്കി. നടക്കണേനും ഇരിക്കണേനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഒരാളെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ വയ്യ. മുഖം മൂടിയിട്ട് നടക്കണ അവസ്ഥയാണ്. ഈ മുഖം മൂടി അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഒരാൾക്കുന്നെ മുഖത്ത് നോക്കി വർത്താനം പറയാൻ കഴിയൂല. അങ്ങനെയൊക്കെ ദുനിയാവെന്ന് കാട്ടി ദുനിയാവെന്ന് കിട്ടിയെന്നർത്ഥം. എൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് ഇടങ്ങാറായിക്കണം. ഓളൊക്കെ ഞാൻ കാട്ടിക്കൂട്ടിനൊരു കണക്കില്ല. കോണിൻ്റെ മുകളിൽ നിന്ന് വരെ ഞാൻ ഓളെ കയ്യും കാലും പിടിച്ച് തള്ളിയിട്ടിക്കണ്. ഒപ്പം ഉണ്ടാവും 2-3 പെണ്ണുങ്ങളും എനിക്ക് ഹെൽപ്പിന്. അങ്ങനെ ജീവൻ പോകണമെന്ന് വിചാരിച്ചിട്ട് തന്നെ കാട്ടിക്കൂട്ടിന് ഒരുപാട് ഇടങ്ങാറാക്കിക്കണം ഓളെ ഞാൻ. ഓള് ജീവൻ പോകാതെ ബാക്കിയായി. ഇപ്പോൾ പിന്നെ അങ്ങനെ എന്നോട് നോക്കുമോ? എൻ്റെ അവളുടെ അടുത്തേക്ക് വരാതിരിക്കണം നല്ലത്. കാരണം അത്രക്കും ഞാൻ ഓളെ കാട്ടിക്കൂട്ടിക്കണം. ഓളെ മുമ്പിൽ വെച്ച് കണ്ട പെണ്ണുങ്ങളോട് ഞാൻ ഓരോന്ന് പറഞ്ഞിക്കണ്, ഓരോന്ന് ചെയ്തിക്കണ്. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം എല്ലാവർക്കും അറിയണമല്ലേ. അത് ദുനിയാവിൽ തന്നെ കിട്ടുകയെന്ന് വിചാരിച്ചോട്ടെ. ഇപ്പോൾ ദിവസം ഞാൻ എണ്ണി നിൽക്കണ്. ദുനിയാവത്തെ ജീവിതം മതി. എന്തിനാ ഒരാളെ മുഖത്തേക്ക് നോക്കാനും ഒരാളോട് സംസാരിക്കാനും അവനവൻ്റെ സന്തോഷം കണ്ടെത്താനും ഇല്ലാത്ത ഈ ഒരു ജീവിതം എന്തിനാ? പക്ഷേ ഞാൻ മരിക്കുന്നു തോന്നില്ലടാ. അപ്പോഴൊന്നും ഞാൻ നീറി മരിക്കുന്നതായിരിക്കും. ഇപ്പോൾ തടി കൊണ്ട് സുഖമില്ലാതായി, ഒരാളെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതായി, ഒരാൾക്ക് എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റാതായി, അങ്ങനത്തെ അവസ്ഥ. ഏതൊക്കെ തന്നെയാലും. അല്ല മോനെ, ചായ കുടിച്ചോ? ഞാൻ കുടിച്ചോളക്കാം. ഇത് എന്തൊക്കെ തന്നെയാലും ഷമ്മാസ് ആലോചിച്ചത് മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തെ ഈ രീതിയിൽ കാട്ടിക്കൂട്ടിയത്. അതിനെക്കുറിച്ചാണ് ആലോചിച്ചത്. ഒരു പെണ്ണാണല്ലോ ഇദ്ദേഹത്തെ ഈ നിലയിലാക്കിയത്. അദ്ദേഹത്തിന് പഠിച്ചവനായിട്ട് കൊടുത്ത ശിക്ഷയായിരിക്കും. ഓൾക്കായിട്ട് കൊടുത്ത ശിക്ഷ പഠിച്ചവനതാ ദുനിയാവിൽ തന്നെ, അത് ജയിലിൽ. റബ്ബേ, നമ്മളെന്തെങ്കിലുമൊക്കെ ദുനിയാവിൽ കാട്ടിക്കൂട്ടിയാൽ അത് നമുക്ക് തിരിച്ചടിക്കും എന്നുള്ളത് ശരി തന്നെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒക്കെ ഈ ഒരു കോലത്തിലാണ് അതിൻ്റെത്. എത്ര കോടിക്കണക്കിന് സ്വത്ത് മുതൽ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഏതായാലും ആ ഷിഫ എൻ്റെ മരുമകൾ ആ ഒരു മനസ്സുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കണമെന്ന് തന്നെ. അല്ലേ ഇവരെല്ലാവരും കൂടി എൻ്റെ അടുത്ത് പുറത്തേക്കിട്ട് പുഴയ്ക്ക് എറിഞ്ഞീനു. ഞാൻ വിചാരിക്കും പലപ്പോഴും അതായിരുന്നു നല്ലത്, നാം മരിച്ചീനല്ലോ. പക്ഷെ ഓല ചെയ്യൂലല്ലോ ആ മരുമകൾ ഷിഫ. ഞാൻ മുറിവിൻ്റെ പഴുത്ത് ഒലിക്കുന്ന സമയത്ത് വരെ ആ കുട്ടിയായിരുന്നു എനിക്കതൊക്കെ തുടച്ച് വൃത്തിയാക്കി തന്നിരുന്നത്. എന്നോട് പറയപ്പാ, നിങ്ങൾക്ക് ഞാൻ ഉണ്ട്, നിങ്ങൾ ഒരു വിഷമിക്കണ്ട, നിങ്ങളെ കൂട്ടുകാരൊക്കെ നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടാവും, പക്ഷേ ഞങ്ങൾ ഉണ്ടാവുമ്പോൾ ഉപ്പ നിങ്ങൾ ഒരു വിഷമിക്കണ്ട. അങ്ങനെ നോക്കിയതാണ് അവള്. ഇപ്പം എൻ്റെ കുട്ടി ഗർഭിണിയാണ്, പ്രസവത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വേദനകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഷമ്മാസ് അതെല്ലാം നോക്കിക്കണ്ടു. പഠിച്ചോനെ, ഇദ്ദേഹത്തിൻ്റെ ദോഷം നീ പുറത്തു കൊടുക്കല്ല. ദുനിയാവിൽ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും റഹ്മാനെ മരിക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്ക്. ഒരു നിമിഷം ഷമ്മാസ് ദുആ ചെയ്തു. ഇക്ക മോനെ എന്ന് ചെല്ല്, പോയി ചായ കുടിച്ചോളി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഇക്ക, നിങ്ങളെനിക്കറിയണ്ട, നിങ്ങൾ ദോഷമൊക്കെ പഠിച്ചോ പുറത്തിട്ടുണ്ടാവും, കാരണം അത്ര നിങ്ങൾ വേദന സഹിച്ചില്ലേ മോനെ. അപ്പോഴത്തെ രംഗം എനിക്ക് എൻ്റെ കണ്ണുകൾ മാത്രം ഇങ്ങനെ ബാക്കിയായി എനിക്കറിയണില്ല. അത്രക്കും വീര്യമുള്ള ആ ഒരു ടിന്ന് ആസിഡ് എൻ്റെ മുഖത്ത് ഒഴിച്ചപ്പോൾ പൊന്നു മോനെ എനിക്ക് തോന്നി, റബ്ബേ ഇതാണ് എൻ്റെ മരണവേദന എന്ന്. അത്ര ഞാൻ സഹിച്ചടാ.
അത്രക്കും എൻ്റെ പ്രവൃത്തി അതായിരുന്നു. അതെ, ഓളെ കല്യാണം കഴിക്കണം, ഓളെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം. ഒന്നും രണ്ടും പെണ്ണുങ്ങളല്ലല്ലോ, എത്ര എത്ര. അവസാനമായിട്ട് എൻ്റെ പൂതി കെടുത്തുന്ന കല്യാണം അതായിരുന്നു എൻ്റെ. മോനെ, ആ വേദന സഹിച്ചൊന്നും എനിക്കൊരിക്കലും മറക്കാൻ കഴിയണില്ല. ഇക്ക, സാരല്ല, അത് വേദനയൊക്കെ സഹിച്ചത് നിങ്ങൾ ദോഷം പൊറുക്കാനായിരിക്കും. എല്ലാം നല്ലതിനെ വിചാരിക്കുക. ദിക്റും സലാത്തൊക്കെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്നോളി. ആ തസ്ബീഹ്മാല അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നു, മോനെ, ഇതൊക്കെ തന്നെ പെൺകൊള്ളൂ, അല്ലാതൊന്നുമില്ല. ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ഹുസൈനാജി അതെ, ഏത് നിമിഷവും തനിക്ക് മരണം വരും, മരണത്തെ സന്തോഷത്തോടു കൂടി പുൽകണം എന്നുള്ള ആഗ്രഹവുമായി. അദ്ദേഹത്തിൻ്റെ ആ വികൃതമായ മുഖം കണ്ടാൽ ആരുമൊന്ന് ഭയന്ന് പേടിച്ചു പോകും, അറപ്പ് കാണിക്കും, അതുറപ്പാണ്. എന്തൊക്കെ തന്നെയാലും കോടീശ്വരനായ ഹുസൈനാജി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു. ഭാര്യയെ ഒരുപാട് വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ദുനിയാവിൽ നിന്ന് തന്നെ അതാ ശിക്ഷ കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആ ഒരു ചുക്കിച്ചുളഞ്ഞ ആ ഒരു മുഖത്തോട് ഹുസൈനാജി എന്നുള്ള അയാളുടെ ആ മുഖമേ അല്ല ഒരിക്കൽ പോലും ആസിഡ് വീണ് പൊള്ളിയ നിലയിൽ അദ്ദേഹം ആളാകെ മാറിയിരിക്കുന്നു. ഉപ്പ, ഷമ്മാസിൻ്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി. ഉപ്പ, നിങ്ങളുടെ മുഖവും ശരീരവും എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മനസ്സിപ്പോൾ ക്ലിയറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സിൽ ഈമാൻ്റെ വെളിച്ചം പകർന്നു തരട്ടെ. നിങ്ങൾ എല്ലായ്പ്പോഴും പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക. ദിക്റുകളിലും സലാത്തുകളിലും ഖുർആൻ പാരായണത്തിലും മുഴുകിക്കൊണ്ട്. മോനെ, എനിക്കിപ്പോൾ അതേ ഉള്ളൂ, വേറെ ആരുമില്ലല്ലോ. എൻ്റെ അസ്കറിനെ നോക്കായിട്ടില്ല, ഓൻ നോക്കും. പക്ഷെ ഓനക്കും എൻ്റെ അടുത്തിരിക്കാൻ ഒരാളിൻ്റെ അടുത്തിരിക്കാനല്ല. എൻ്റെ ചുറ്റുഭാഗത്തും പെണ്ണുങ്ങളായിരുന്നു. മോനെ, ചുറ്റുഭാഗത്തും പെണ്ണുങ്ങൾ കൂട്ടമായി നിൽക്കുകയാണ്. ഒരാൾ കാലൊഴിയാൻ, കൈയൊഴിയാൻ, തല മസാജ് ചെയ്യാൻ, ഭക്ഷണം വാരിത്തരാൻ വരെ, കുളിപ്പിക്കാൻ വരെ അങ്ങനെയായിരുന്നു. അന്ന് എനിക്ക് പെണ്ണുങ്ങളെ പറ്റുള്ളായിരുന്നു. ഇപ്പം എനിക്ക് നോക്ക്, എൻ്റെ ചുറ്റുഭാഗത്തും ആരുമില്ല, ഞാൻ മാത്രം ഈ മുറിയിൽ ഒറ്റപ്പെട്ട്. ആരും വരുന്നില്ല, ഭയമാണ്, പേടിയാണ് എല്ലാവർക്കും. ഉപ്പ, നിങ്ങൾ വിഷമിക്കണ്ട, പഠിച്ചെല്ലാം കാണുന്നുണ്ടല്ലോ, ഒക്കെ റെഡിയാവും. പ്ലാസ്റ്റിക് സർജറി അത് ചെയ്യണമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും അത് ഒരുപാട് വേദന ഇനിയും സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി വേണ്ട, ഒന്നും വേണ്ട, എനിക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. സാരമില്ലപ്പോൾ, നിങ്ങൾ പഠിച്ചവനോട് ദുആ ചെയ്യട്ടോ, എല്ലാം പുറത്തു വരാനൊക്കെ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അൽഹംദുലില്ലാ, റാഹത്തോടു കൂടി തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഇനിയും ജീവിക്കണം. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളിങ്ങനെ മനസ്സിലായല്ലോ മോനെ. ഒരുപാട് ചെയ്തു, സഹിച്ചു. പഠിച്ചവൻ പുറത്ത് തന്നാൽ മതിയായിരുന്നു, ആക്ക് പുറത്തു തരും. നിങ്ങൾ ഒരുപാട് സഹിച്ചു. ഷമ്മാസ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് അതാ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. മോനെ എൻ്റെ അടുത്ത് ഇത്ര സമയം നിന്ന് അല്ല ഒരു കുട്ടി നിന്നിട്ടില്ല ഇതുവരെയിട്ട്. ഇക്ക, സാരില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം. എല്ലാം പഠിച്ചപ്പോൾ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാനുള്ള ഓരോ സത്യങ്ങളാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാൽ ഫസീല ഇങ്ങനെയൊക്കെ ഇത്രയധികം കാട്ടിക്കൂട്ടണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി ഷമ്മാസിന്. ഇതിനെതിരെയൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ ഒരിക്കലും ദുനിയാവ് കാണൂല. വേണമെങ്കിൽ അദ്ദേഹത്തിന് കേസ് കൊടുക്കാം. എന്തൊക്കെ തന്നെയാലും അസ്കർ അറിഞ്ഞാൽ കൊടുക്കാതിരിക്കില്ല. അസ്കറിന് ആളെ പിടി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, എന്താ അറിയില്ല. എന്നാലും ആ ഫസീലത്തെ ഇത്രമാത്രം ക്രൂരയാവാൻ റബ്ബേ, എൻ്റെ ഇക്കാക്ക രക്ഷപ്പെട്ടതാണ്. മോനെ, അതാ അസ്കറിൻ്റെ ഉമ്മ വിളിക്കുന്നു. മോനെ, ഷാമോനെ, ഇരിക്കുക, വാ, ചായ കുടിക്കാം. ആ ഉമ്മ ഇത് വരുന്നു. മോനെ, ഞാൻ ഉപ്പയുടെ അടുക്കലായിരുന്നു. ഉപ്പാക്കൊരാൾ സംസാരിക്കാൻ കിട്ടിയാൽ പിന്നെ അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കും. ഞാൻ പിന്നെ മോനെ വല്ലാതെ മൈൻഡ് ചെയ്യാനൊന്നും പോരില്ല. എനിക്ക് താല്പര്യം തന്നെയല്ല. എനിക്ക് അദ്ദേഹം ഒരു ഭർത്താവ് എന്നുള്ള സ്ഥാനത്ത് ഞാൻ കാണുന്നില്ല. ഉമ്മ, നിങ്ങൾ പഴയതൊക്കെ മറന്ന് ഒന്നും കൂടെ നന്നാവില്ല നല്ലത്. എന്തിനാ മോനെ, ഇന്നെ ആദ്യം ഇഷ്ടമല്ലായിരുന്നു. ഇന്ന് ശരിയാണ്, സൗന്ദര്യമുണ്ട്, സുന്ദരിയാറിന് കെട്ടിക്കൊടുന്നതായിരുന്നു. കെട്ടിക്കൊടുന്ന് ഒരു മാസം നിൽക്കണോ അറിയില്ല. എൻ്റെ കുട്ടീനെ എനിക്ക് ഗർഭിണിയായും ചെയ്തു. ആ സമയത്ത് തന്നെ തുടങ്ങി മൂപ്പരെ കളികൾ. ഒന്നുമല്ല, ഓരോ വേലക്കാരത്തി പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ, എപ്പോഴും ഉണ്ട് രണ്ടാൾ അടുക്കളയിൽ. ഞാൻ പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് നിങ്ങൾ വരണ്ട, ക്ലീൻ ചെയ്ത് പോവുക, കിച്ചൺ ജോലി എന്നല്ലാതെ. എന്നിട്ടിപ്പോൾ മോനെ, ഞാൻ കുറേ സഹിച്ചതാണ്. അദ്ദേഹം എൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു ഓലോട് കൊഞ്ചലും
കുഴയിലും. എനിക്കാണെങ്കിൽ ഈ ഒരു ഗർഭം ഉണ്ടാണ് അസുഖവും, എനിക്കതിൻ്റെ ഛർദി അസുഖവും കാര്യങ്ങളുമായിട്ട് എനിക്കാണെങ്കിൽ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവർ കൊഞ്ചിക്കുഴയിൽ ഇങ്ങനെ കാണല്ലേ, കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു. പിന്നെ ഗർഭം ഇങ്ങനെ ആയി വലുതായതിൻ്റെ ശേഷം പ്രസവ സമയത്ത് വരെ ഇവരെ കാട്ടിക്കൂട്ടിൽ ഞാൻ കണ്ട് ഒരുപാട് സഹിച്ചിടങ്ങാറായി. ഞാൻ ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ കാട്ടണം ഒട്ടും ശരിയല്ല കേട്ടോ. അത് പറഞ്ഞപ്പോഴേ എൻ്റെ നേർക്ക് കണ്ടെടുത്തത്, എന്താടി ഇജ്ജ് മാത്രമേ ഉള്ളൂ ദുനിയാവിൽ പെണ്ണെ, എനിക്ക് വേണേ എത്ര കിട്ടാനുള്ള ആസ്തി ഉണ്ട്. അങ്ങനെ പോനെ. പിന്നെ ആ സഹിച്ച് ഇടങ്ങാറായി. എൻ്റെ ജീവിതം അങ്ങനെയാണ്ട് തീർന്നു. സത്യം പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് കാലം നല്ല നിൽക്കാൻ ജീവിച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ കുട്ടി ഉണ്ടായതിന് ശേഷം എനിക്കെന്നും പ്രഹരും, എനിക്കെന്നും ചീത്ത പറിച്ചിലും. ഇവിടെ ആൾക്കാരും ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം. എങ്ങനെയാണ് കഴിഞ്ഞു പോയി. എനിക്ക് പഠിച്ചോ കുട്ടീനെ തന്നെ വലിയ ഭാഗ്യം. അതന്നെ മോനെ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ മൂപ്പരെടുത്ത് ഞാൻ കൂടുതൽ നിന്നിട്ടുമില്ല. ഒക്കെ വേറെ പെണ്ണുങ്ങളല്ലേനോ, അതൊന്നും പറ്റൂലായിരുന്നു. സാരല്ല. എന്തായാലും നിങ്ങളുടെ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നല്ലേ മോനെ. ക്ഷമയുടെ അങ്ങേയറ്റത്ത് നെല്ലിപ്പലക കണ്ടാണ് ഞാൻ. ഇനി അതിനേക്കാളും വലിയൊരു ക്ഷമയില്ല മോനെ. ഞാൻ ഒരു ദിവസം പറഞ്ഞു ചെയ്തു, നിങ്ങൾക്കൊരു എന്തെങ്കിലും വിഷം തന്നെന്നെ കൊന്നൂടെ, എന്നിട്ട് വേണം എൻ്റെ നേർക്ക് കേസെടുക്കാനല്ലേ. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒച്ചപ്പാട് കാണാൻ കഴിയൂലേനോ. ഇപ്പം സമാധാനമായി. മൂപ്പര് മൂലക്കിലായല്ലോ. എൻ്റെ കുട്ടി ഉണ്ടെന്ന് നോക്കാൻ. അതിന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ മരുമകൾ ഷിഫ. ഓളെ മറക്കാൻ കഴിയൂല. ഓൾ അത്രക്കും എനിക്ക് വേണ്ടിയൊക്കെ ത്യാഗം സഹിച്ചിക്കണ്. എൻ്റെ മോളായിരുന്നല്ലോ എൻ്റെ അടുത്ത്. ആയിക്കോട്ടെ, ഒക്കെ കയ്യാളെ ദുനിയാവൊന്ന് കഴിഞ്ഞു പോയില്ലേ, സാറില്ല മോനെ. ആ ഉമ്മയുടെ കണ്ണീരോട് കൂടിയുള്ള ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ഷമ്മാസ് പോലും കരഞ്ഞു പോയി. സാറിലുമ്മ, മോനെ ഇരിക്കടാ, ഞാൻ പഴയതൊന്നും പറഞ്ഞ് മോനെ സങ്കടപ്പെടുത്തിയതല്ല കേട്ടോ. മോനെ അങ്ങോട്ട് എല്ലാം മറന്നു പോയിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. കഴിയൂലടാ, ആലോചിക്കാകുമ്പോൾ തന്നെ കഴിയണില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ പഴയ കാലത്തെ ചിത്രങ്ങളെ ഓർമ്മ എന്നത് എൻ്റെ കൺമുമ്പിൽ വെച്ചാണ്. വേണ്ട ഉമ്മ പറയണ്ട, മനസ്സിലാകുന്നുണ്ട് എനിക്കെല്ലാം. അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇരിക്കുന്നു. ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇരുത്താമായിരുന്നില്ലേ മോനെ. എന്തിനാടാ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ, ഉപ്പാക്ക് ഈ ഒരു അവസ്ഥ അല്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ കാലുത്താൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇവിടെ പെണ്ണുങ്ങൾ കിടന്ന് മറിയായിരിക്കും. ഞാനവിടെ എൻ്റെ കുട്ടീൻ്റെ കൂടെ അവിടെ ആ വില്ലയിലായിരിക്കും. ഇങ്ങോട്ട് കയറാൻ പറ്റൂലല്ലോ. മൂപ്പർക്ക് ഇങ്ങനെ പറ്റിയതുണ്ടല്ലേ നമ്മളിവിടെ എത്തിയത്. എല്ലാം പഠിച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അസ്കറിൻ്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ചായ എല്ലാം കുടിച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് അവരൊന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ, ഇന്ന് പോകണോ നാളെ പോയാൽ പോരെ, ഇന്ന് ഇവിടെ നോളി ഞമ്മക്ക് എല്ലാവർക്കും കുറച്ചു നേരം സംസാരിച്ചിരുന്നൂടെ. എന്താ നുസിയെ പറയടി ഉമ്മാനോട്. ഷാമോനെ പറയടാ ഉമ്മാനോട്. അതവിടെ വീടൊക്കെ പൂട്ടി പോകുന്നതാണേ. അതിനിപ്പോൾ എന്താ, അന്ന് ഇവിടെ നിന്നോൾക്ക് പൂതി കൊണ്ടാണ്, നിങ്ങളെ ഒന്ന് കണ്ടിരിക്കാനുള്ള പൂതി കൊണ്ടാണ്. കുറച്ച് സമയങ്ങളും നിങ്ങളെ കണ്ടിട്ട് സംസാരിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ നിന്നോളി. മോളെ ഷിഫ, ഇന്ന് ഞങ്ങൾ ഉമ്മ പോവാണോ? എടി നുസീബ, ഇന്നിവിടെ നിന്നടി, നമുക്ക് ഇന്നിവിടെ സംസാരിച്ചൊക്കെ ഇരിക്കാം. അവർ രണ്ടുപേരും സങ്കടത്തോടെയാണ് അത് പറയുന്നത് ഷമ്മാസിന്. എന്നാൽ എന്തൊക്കെയോ ഒരു ഉമ്മ, എനിക്ക് ഷോപ്പിലൊക്കെ പോവാണ്ട്, ഇന്നിപ്പോൾ ഞങ്ങൾ പിന്നെ വരാം. എന്നാലേ എന്താ ഓന് തിരക്കാണ്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഉംറക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫൈസലിൻ്റെ കൂടെ, എൻ്റെ എൻ്റെ മോൻ്റെ ഓൻ പോകുന്നുണ്ട്. ആണോ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തായാലും പഠിച്ചത് നിങ്ങൾ ദുആ ചെയ്യട്ടോ പ്രത്യേകം ഒന്ന്. ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഏതായാലും സുഖപ്രസവം ആവട്ടെ മോളെ, വിഷമിക്കണ്ട. നടന്നുകൊണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ട് നല്ലോണം വെള്ളം കുടിച്ചോണ്ടി. എന്നാൽ ഞങ്ങൾ പോട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് താമസിക്കാനോ കുട്ടിയൊക്കെ ആയിട്ട് വരണ്ടേ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യട്ടോ. ആയിക്കോട്ടെ. അങ്ങനെ ഷിഫയുടെയും അസ്കറിൻ്റെയും ഹുസൈനാജിയുടെയും ആ വീട്ടിൽ നിന്ന് അവർ ഇറങ്ങുന്നു. ഞാൻ ഹാജിറോട് ഒന്നും കൂടി പറയട്ടെ. ഹാജിറേ, ഷമ്മാസ് വിളിച്ചു. മോനെ, മോൻ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ മോനെ. ഇടക്കിടക്കൊന്ന് വാടാ, എൻ്റെ സംഭാഷണങ്ങൾ എനിക്കൊന്ന് കേൾക്കാലോ. അസ്കർ അത്രയൊന്നും വരൂല. അസ്കർ എങ്ങനെ വരാനാ, ഓൻ്റെ ബാപ്പല്ലേ ഈ കാട്ടിക്കൂട്ടി ഇതൊക്കെ. അങ്ങനെ അവിടെ നിന്ന് സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നു. നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, നിങ്ങൾ പഠിച്ച റബ്ബിനോട് ഇങ്ങനെ ദുആ ചെയ്തു കേട്ടോ. എടാ അസ്കർ ഷമ്മാസിൻ്റെ തോളിൽ കയറുന്നു. എടാ എൻ്റെ ബാപ്പാൻ്റെ കാര്യം കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. എന്താണ് അവസ്ഥ? എപ്പോഴും ഇപ്പോൾ ഒരാൾക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ.
ആ എടാ, ഈ ഒരു ആസിഡൊഴിച്ച വ്യക്തിയെ എങ്ങനെങ്കിലും ഒന്ന് എനിക്ക് അതിനുള്ളൊരു പരാതി കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം അത്ര നരകയാതനയാണ് അനുഭവിക്കണത്. അത് കേട്ട് ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടി. അതെ, ഫസീലയാണ് എല്ലാത്തിൻ്റെയും ഏജൻറ്റ്. ഷമ്മാസും അസ്കറും ഫസീലയുടെ പേരിൽ കേസ് കൊടുക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.